ബഹ്റൈനിലെ പ്രവാസികൾക്ക് ആശ്വാസമായി മാതൃഭൂമി.com ഒരുക്കിയ കേരള പ്രോപ്പർട്ടി എക്സ്പോ. കേരളീയ സമാജത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന മേളയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ഫ്ളാറ്റുകളും വില്ലകളും ബുക്ക് ചെയ്യാനും കേരളത്തിലെ വിവിധ പദ്ധതികളെക്കുറിച്ച് അടുത്തറിയാനും മേള പ്രവാസികളെ സഹായിച്ചു. സ്വന്തമായൊരു വീടെന്ന ബഹ്റൈൻ പ്രവാസികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ചുകൊണ്ടാണ് മാതൃഭൂമി.com കേരള പ്രോപ്പർട്ടി എക്സ്പോ സമാപിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രവാസികൾ 2 ദിവസങ്ങളിലായി കേരളീയ സമാജത്തിലെത്തി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 100ഓളം പദ്ധതികൾ അവർ അടുത്തറിഞ്ഞു. ചിലർ ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്തു. 2ാം ദിവസമായ ഇന്ന് നടൻ വിനോദ് കോവൂരിന്റെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായുള്ള സ്മാർട്ട് പാരന്റിംഗ്, കുട്ടികൾക്കായുള്ള വിനോദ് കോവൂർ കളരി എന്നിവ സന്ദർശകരെ കൂടുതൽ ആകർഷിച്ചു. ജേർണലിസത്തിലെ കരിയർ സാധ്യതകളെക്കുറിച്ച് മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ സംസാരിച്ചു. കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് ആരോഗ്യമേഖലയിലെ വിദഗ്ധരുമായി ക്രഡായ് കേരള CEO സേതുനാഥ് മുകുന്ദൻ സംസാരിച്ചതും മേളയെ വേറിട്ടതാക്കി. മാതൃഭൂമിക്കായി ഇങ്ങനെ ബഹ്റൈൻ കേരളീയ സമാജം വേദി ഒരുക്കി തന്ന ഇവിടുത്തെ മലയാളി സമാജത്തോട് ഞങ്ങൾക്ക് അഗാധമായ നന്ദിയുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടെ ആയിരക്കണക്കിന് സന്ദർശകരാണ് എത്തിയിട്ടുള്ളത്. കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ 10ാമത് പതിപ്പാണ് ബഹ്റൈനിൽ നടന്നത്. RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ B രവിപിള്ളയാണ് 2 ദിവസത്തെ മേള ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായതും പുരോഗമിക്കുന്നതുമായ ഫ്ളാറ്റുകളും വില്ലകളും ഹോട്ടൽ അപ്പാർട്ട്മെന്റുകളും മേളയിൽ അവതരിപ്പിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള സമാജം ഭാരവാഹികൾ പ്രോപ്പർട്ടി എക്സ്പോയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി. മേളയിൽ പങ്കെടുത്ത ബിൽഡർമാർക്ക് സമാപന ചടങ്ങിന്റെ ഭാഗമായി ഉപഹാരങ്ങൾ സമ്മാനിച്ചു. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ.